Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമ്മളെല്ലാ ദിവസത്തെയും പോലെ സ്റ്റോക്കുകളും അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന്റെ ചാർട്ടുകളും അനലൈസ് ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പിന്റെ ചാർട്ടിലോട്ട് പോവാം. അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ സ്വിങ്ങിനുള്ള എൻട്രികൾ നമുക്ക് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഫുൾ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോസ് ആണ്, അപ്പോൾ അതിൻ്റെ ഇതിൽ മാത്രം നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, ആദ്യം നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 45 പോയിന്റ് മൈനസ് ആണ്. നല്ല രീതിയിൽ മേലോട്ട് പോയി 100 പോയിന്റ് മുകളിലോട്ട് പോയതാണ് നിഫ്റ്റി. പക്ഷെ അവസാന സമയങ്ങളിൽ ഒരു സെല്ലിങ് വന്നു. ഒന്നാമത്തെ ഇന്നൊരു എക്സ്പയറി ആണ്. പൊതുവെ ഇപ്പോൾ നമുക്ക് വ്യാഴാഴ്ചയായിരുന്നു നിഫ്റ്റിയുടെ എക്സ്പയറി, അതിപ്പോൾ ട്യൂസ്ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് സ്റ്റാർട്ടിങ്. ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വോളറ്റിലിറ്റി ആയിരിക്കാം എന്ന് തോന്നുന്നു, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം ഇന്നലെ US മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് US മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മൂവ്മെന്റ് ആയിരിക്കും ഇപ്പോൾ നാളെ നമുക്ക് നിഫ്റ്റിയിലൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും നിഫ്റ്റിയുടെ ചാർട്ടിലോട്ടൊന്ന് പോയി നോക്കാം. നിഫ്റ്റി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റേഞ്ചുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ചെറിയൊരു ഡോജി ക്യാൻഡിലാവും എന്നുള്ളത് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡോജി ക്യാൻഡിലല്ല, എന്നാലും ഏകദേശം ചെറിയൊരു റെഡ് ക്യാൻഡിലാണെന്ന് ഫോം ചെയ്തിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ 200 EMയുടെ മുകളിലാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ആ റേഞ്ചിനോട് അടുത്താണ്. ഈ 24,400 24,500 ആ റേഞ്ചിനടുത്താണ് അന്ന് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് പോയത്. ഒരു 50 EMയുടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന് എക്സാക്ട്ലി ആ റേഞ്ചിന് അടുത്ത് നിന്ന് തന്നെയാണ് സെല്ലിങ് വന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി മേലോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് രണ്ടാമത്തത് നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കാം. സ്മോൾ ക്യാപ്പ് ഇന്നൊരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്, ഒരു 93. അപ്പോൾ നമുക്ക് ഏകദേശം എക്സ്പയറിയോട് അനുബന്ധിച്ചുള്ള ഒരു ഫാൾ ആവാനാണ് സാധ്യത. കാരണം സ്മോൾ ക്യാപ്പ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, നിഫ്റ്റി റെഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ എക്സ്പയറിയുടെ ഒരു പ്രശ്നങ്ങളാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇതിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു 200 EMയുടെ അടുത്താണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അതിന്റെ താഴെയായിരുന്നു. ഇന്ന് ഏകദേശം അത് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല ഇന്നത്തെ ദിവസം. ഏകദേശം ആ റേഞ്ചിനോട് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 200 EMയുടെ തൊട്ട് താഴെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് മേലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. താഴത്തോട്ട് വരാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയാണ് 17,950 എന്നുള്ള റേഞ്ച്. അവിടെയാണ് ഈ 50 EMയുടെ റേഞ്ചും വരുന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു ബുള്ളിഷ് വരുന്നുണ്ടെങ്കിൽ ഈ 17,950 മുകളിലോട്ട് സ്മോൾ ക്യാപ്പ് പോകണം. എന്നാലാണ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് അത് റിമൂവ് ചെയ്യാണ് ലൈനുകളൊക്കെ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ 2 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞ സ്റ്റോക്ക് അതെ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകൾ എക്സൈഡ് ഇൻഡസ്ട്രീസും അതുപോലെ വോൾട്ടാസും ആണ്. എക്സൈഡ് ഇൻഡസ്ട്രീസ് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ പറഞ്ഞ റേഞ്ചിന്റെ മുകളിൽ തന്നെ ചെറിയൊരു ഡോജി ക്യാൻഡിലാണ് സസ്റ്റെയിൻ ചെയ്ത പോലെയാണ് നമുക്ക് കാണുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു. ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പറഞ്ഞൊരു സ്റ്റോക്കാണ് വോൾട്ടാസ്. ഈ വോൾട്ടാസ് ആണെങ്കിൽ നമുക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു മേലോട്ടൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടി. ഏകദേശം ഒരു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു 2.5-3% അടുത്തൊരു മൂവ്മെന്റ് നമുക്ക് വോൾട്ടാസിൽ കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്ക് നമ്മൾ ഇന്നലെ വാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ സ്റ്റോക്കുകളാണ്. അതുപോലെ നമുക്ക് നാളെ 2 സ്റ്റോക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് വീഡിയോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആദ്യത്തെ സ്റ്റോക്ക് GPIL എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിന്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഒരുപാട് നാളത്തെ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണ്. ഒരുപാട് നാളല്ല, ഏകദേശം ഒരു വർഷത്തെ റേഞ്ച് ബ്രേക്ക് ഔട്ട്. അത് 2024 ജൂലൈയിലാണ് ഈ സ്റ്റോക്ക് ആദ്യം തന്നെ ഈ റേഞ്ചിലോട്ട് വന്നത്. അതിനുശേഷം വീണ്ടും വന്നത് ഡിസംബർ 2024 തന്നെ, അതേ വർഷം തന്നെ വീണ്ടും ആ റേഞ്ചിലോട്ട് വന്നു. സസ്റ്റെയിൻ ചെയ്യാണ്ട് നല്ല രീതിയിൽ ഫോള് താഴത്തോട്ട് വന്നു. പക്ഷെ വീണ്ടും സ്റ്റോക്ക് ഇപ്പോൾ 2025 നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂസ്ഡേ 26-ാം തീയതി ഓഗസ്റ്റിൽ ഈ റേഞ്ചിലോട്ട് വന്നു. വീണ്ടും ഇവിടുന്ന് കണ്ടോ നല്ലൊരു സെല്ലിങ് വന്നു. പക്ഷെ വീണ്ടും സ്റ്റോക്ക് മേലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. പക്ഷെ ഈ ഒരു പൊതുവെ നമ്മൾ ഈ സ്റ്റോക്കിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇവിടുന്ന് വന്നു, പക്ഷെ സസ്റ്റെയിൻ ചെയ്ത് താഴത്തോട്ട് പോയി. അതിനുശേഷം ഏകദേശം ഈ റേഞ്ച് വരെ പോയി. അതിനുശേഷം വീണ്ടും മേലോട്ട് കയറാൻ ശ്രമിച്ചു, ഇവിടുന്ന് വന്നു, താഴത്തോട്ട് പോയി. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ ഇവിടുന്ന് വന്നത് നമുക്ക് നോക്കാം. ഏകദേശം ഈ ഒരു സ്റ്റോക്ക് ഉണ്ട്, ഇവിടുന്ന് നല്ലൊരു താഴത്തോട്ട് നിന്ന്
നല്ലൊരു മൂവ്മെന്റ് വന്നു, താഴത്തോട്ട് വന്നു. പക്ഷെ നമ്മൾ ആ പോയ പോലെ താഴത്തോട്ട് വന്നില്ല. ഏകദേശം ചെറിയൊരു ഡിപ്പ് തന്നിട്ട് സ്റ്റോക്ക് മതുക്കെ മേലോട്ട് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ചിലപ്പോൾ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഏകദേശം ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 ഇയർ റേഞ്ച് ബ്രേക്ക്ഔട്ട് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 20% ഒക്കെ ചിലപ്പോൾ ഒരു മൂവ്മെന്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്ക് വാച്ച് ചെയ്യാവുന്നതാണ്, ഈ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഒരു പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാറ്റേൺ ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു പേപ്പർ ട്രേഡ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക്. നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ റേഞ്ച് ഇപ്പോൾ ഒരു 249 റേഞ്ചാണ് ഇതിന്റെ ബ്രേക്ക്ഔട്ട് റേഞ്ച് വരുന്നത്. അപ്പൊ അതിന്റെ ഏകദേശം താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. സ്റ്റോപ്പ് ലോസ് ഒരു 7-7.5% സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 10%ന്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. 10 അല്ല, നമുക്കൊരു 7.5% നമുക്ക് ഇത് വരുന്നുണ്ടല്ലോ. ഓക്കെ, ഒരു 1:1.5 ആകുമ്പോൾ നമുക്കൊരു 10% നമുക്ക് ടാർഗറ്റ് നോക്കാവുന്നതാണ്. ഏകദേശം ഒരു 275 ഒക്കെ നമുക്ക് ടാർഗറ്റ് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു സെല്ലിങ്ങിന്റെ വോളിയം ചെറുതായിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോകാനുള്ള സാധ്യത ഈ സ്റ്റോക്കിൽ കൂടുതലാണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്, സ്റ്റോക്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് മെഗാസോഫ്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. 133 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇന്നൊരു UC അടിച്ചൊരു സ്റ്റോക്കാണ്, പക്ഷെ നമ്മുടെ എൻട്രി ആയിട്ടില്ല. നല്ല ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലാവില്ല, എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നമുക്കിതൊരു മന്ത്ലി ചാർട്ട് എടുക്കാം. മന്ത്ലി ചാർട്ടാണ് കണ്ടത്. അതിന്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് ഒരു മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. അത് 2008 വന്ന സ്റ്റോക്കാണ് ഈ റേഞ്ചിൽ. അതിനുശേഷമാണ് ഈ ഒരു സ്റ്റോക്ക് വീണ്ടും 2025 വരുന്നത്. അപ്പൊ ഏകദേശം എത്ര വർഷമാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 2008, 2018, 28. അപ്പൊ ഏകദേശം ഒരു 15 അല്ലല്ലോ അല്ലെ, 2008, 2018, 2000 ഓക്കെ, ഒരു 10-16 കറക്റ്റ് ഒരു കണക്ക് കൂട്ടി നോക്കി നോക്ക്. അപ്പൊ ആ റേഞ്ചിലുള്ള ബ്രേക്ക്ഔട്ടാണ്. അപ്പൊ ഇതിനൊക്കെയാണ് മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് എന്ന് പറയുക. കാരണം ഒരുപാട് വർഷം കൂടിയിട്ടുള്ള ബ്രേക്ക്ഔട്ടാണ് മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 133.19 എന്നുള്ള റേഞ്ചാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു 1 ഡേ ചാർട്ട് എടുക്കാം. ഈ ഒരു റേഞ്ച് ഒരു 136, 137 നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. 137 എബോവ് നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യല്ല, ഒരു പേപ്പർ ട്രേഡ് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസും ഈ റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഞാനൊരു പെർസെൻറ്റേജ് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, ഈ റേഞ്ച് ഒരു 7, അതേപോലെ തന്നെ ഒരു 8% നമുക്ക് സ്റ്റോപ്പ് ലോസ് കണക്ക് കൂട്ടാം. 8% സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് ഒരു വലിയൊരു ടാർഗറ്റ് നമുക്ക് നോക്കാവുന്നതാണ്. 20% ഒക്കെ ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് എടുക്കാം. കാരണം അതൊരു മൾട്ടി ബ്രേക്ക്ഔട്ട് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് നാൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കും. നമ്മൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യും. ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്റ്റോക്കുകളാണ് നമ്മൾ നാളെ വാച്ച് ചെയ്യാൻ പറയുന്ന 2 സ്റ്റോക്കുകൾ. അപ്പോൾ നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള സ്റ്റോക്കുകളൊക്കെ ഫൈൻഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലായിട്ട് നമ്മൾ ഡെയിലി എത്തിക്കുന്നുണ്ട്. അത് ചെറിയൊരു പ്രോസസ്സ് അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ യഥാസമയം നമ്മളിങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രീ ആയിട്ടാണ്, നല്ല കണ്ടന്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് ആളുകൾ നല്ല കണ്ടന്റ് ഇടുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് മോശം കണ്ടന്റ് അല്ല, നല്ല രീതിയിലുള്ള കണ്ടന്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ വീഡിയോസിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഡെയിലി പരിചയപ്പെടുത്തുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്